കാട്ടാക്കട പോക്സോ കോടതി ഇന്ന് സന്ധ്യ എന്ന ഒരു സ്ത്രീയെ 31 വയസ്സുകാരിയെ ഇന്ന് കോടതി ശിക്ഷിച്ചു. 9.5 വർഷം തടവും 40,000 പിഴ. ഇതിൻ്റെ കാരണം 2016 10 വയസ്സുകാരി ഒരു പെൺകുട്ടിയെ അരുവിക്കരക്കാരി മുരിക്കര കൃപാലയത്തിലെ സന്ധ്യ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ്. ആ കുട്ടിയായിട്ട് അടുപ്പത്തിലായി. അതിനുശേഷം ആ കുട്ടിയെ കുളിപ്പിക്കുക അല്ലെങ്കിൽ കുളിക്കുന്ന രംഗം ഇവർ പകർത്തി ആ കുട്ടിയെ പീഡിപ്പിച്ചു. അരുവിക്കരയിലെ 2016 അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആ കുട്ടിയെ അവർ പല പ്രാവശ്യം പീഡിപ്പിച്ചു. പീഡിപ്പിക്കുന്ന സമയത്ത് മദ്യം നൽകും. ആ കുട്ടിയെ സ്കൂളിൽ നിന്നാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അവരുടെ ഭർത്താവും ആ വീട്ടിലുണ്ടാവും എന്നാണ് കരുതുന്നത്. അയാളെ ഈ കേസിനകത്ത് പ്രതി ചേർത്തെങ്കിലും ആ കേസിൻ്റെ ട്രയൽ സമയത്ത് അയാൾ മരണമടഞ്ഞു. ഇതേ കോടതി കഴിഞ്ഞ ദിവസം ഇവരെ മറ്റൊരു പീഡന കേസിൽ ശിക്ഷിക്കുകയുണ്ടായി. അത് ഏകദേശം 11 വർഷം തടവും, കഠിന തടവാണ്, 50,000 രൂപ പിഴയും. അപ്പോൾ 2 കേസിനകത്താണ് കാട്ടാക്കട കോടതി അവിടുത്തെ ജഡ്ജി സി രമേശ് കുമാർ എന്ന അദ്ദേഹം ശിക്ഷിച്ചത്. ഇവർ ഈ 10 വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഒരു ന്യായീകരണം പറഞ്ഞാൽ ഇവർക്ക് ചില രോഗങ്ങളുണ്ടെന്നും അത് മറ്റുള്ളവർക്ക് പകർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇവർ ഒരു സോഡോമി പ്രവർത്തനം ചെയ്യുന്ന സ്ത്രീയാണ്. കാട്ടാക്കട തന്നെ കോടതിയിൽ 2 കേസായി. 2 കേസിലും ഇപ്പം സെപ്പറേറ്റ് കേസായതുകൊണ്ട് 9.5 പിന്നെ 11 വർഷം 10-22 വർഷം അകത്ത് കിടക്കണം. ഒരു കേസിന് 40,000 രൂപ പിഴയും മറ്റൊരു കേസിന് 50,000 രൂപ പിഴയും. പക്ഷേ ഇതേ രീതിയിലുള്ള ഒരു കേസ് ഇവർക്ക് ആലപ്പുഴ ജില്ലയിലുണ്ടായിരുന്നു. അവിടെയും ഇവരെ ശിക്ഷിക്കുകയും ചെയ്തു. ഇപ്പം നിലവിലെ ഇവർക്കെതിരായിട്ട് 3 കേസുകളാണ് കേരളത്തിൽ ശിക്ഷിച്ചിരിക്കുന്നത്. പെൺകുട്ടികളെ തന്നെയാണ് ഇവർ വശീകരിച്ച് കൊണ്ടുപോകുന്നതും അവർക്ക് മദ്യം നൽകിയിട്ട് അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ കാട്ടാക്കടയിലെ 10 വയസ്സുകാരിയെ അവരുടെ സ്കൂളിൽ പോയി ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്. അവരുടെ ഹസ്ബൻഡിൻ്റെ റോൾ എന്താണെന്ന് നമുക്കറിയില്ല. എങ്കിലും അയാളെയും പ്രതി ചേർക്കപ്പെട്ടു ഈ 2 കേസിലും. പക്ഷേ ട്രയൽ സമയത്ത് അയാൾ മരണപ്പെട്ടു. എങ്ങനെ മരിച്ചു എന്ന് നമുക്കറിയില്ല. എങ്കിലും കേരളത്തിലെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ പ്രവണത വളരെയധികം കൂടിക്കൂടി വരികയാണ്. സാധാരണ പുരുഷന്മാരാണ് ഇതുപോലെയുള്ള കേസുകളിൽ കൂടുതലും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രയൽ ബേസ് ചെയ്യുന്നതും ശിക്ഷിക്കപ്പെടുന്നതുമൊക്കെ. പക്ഷേ സ്ത്രീകളും ഇതേ രീതിയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവർ ഒരു കേസല്ല, അബദ്ധത്തിൽ പറ്റിയെന്ന് നമുക്ക് വിചാരിക്കാം. കാട്ടാക്കട കോടതി തന്നെ 2 കേസായി. ആലപ്പുഴ ജില്ലയിലും കേസുണ്ട്. ഇവർ പക്ക ക്രിമിനലാണ്. കുട്ടികളെ കൊല്ലാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം മദ്യം നൽകിയിട്ടാണ് അവരുടെ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ഏതായാലും ഇതുപോലെയുള്ള കേസുകൾ കേരളത്തിൽ പല കോടതികളിൽ ഇപ്പം നിലവിൽ ഉണ്ട്. പോലീസ് പല കേസിൽ ഇതേ രീതിയിലുള്ള മോഡസ് ഓപ്പറാണ്ടിയുള്ള സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മദ്യപിച്ച് പോലീസിനെ തൊഴിക്കുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ തൊഴിക്കുന്ന കോഴിക്കോട് മുസ്ലിം സ്ത്രീകളെ തന്നെ ആൽപ്പെട്ട ഉള്ള ആൾക്കാർ ഈ രീതിയിൽ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് ആയ ആ സ്ത്രീകൾ പോലും ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ മാറ്റം അനുസരിച്ച് മദ്യപിക്കുകയും ഈ രീതിയിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ബന്ധപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. എന്തായാലും സമൂലമായ ചില മാറ്റങ്ങളാണ് കേരളത്തിലെ ജനതകളിൽ എല്ലാ കമ്മ്യൂണിറ്റികളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികളെ തന്നെ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ തന്നെ അവരെ തീർച്ചയായിട്ടും മാർഗത്തിൽ കൂടെ സഞ്ചരിപ്പിക്കാനും അവർ നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും അവരുടെ കൂട്ടുകെട്ടുകൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ അപ്പനും അമ്മയും അന്വേഷിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വിടുതലാക്കുക. അങ്ങനെ കുട്ടികൾ സഞ്ചരിക്കാൻ അവസരം കൊടുക്കരുത്. ഈ കാട്ടാക്കടയിലെ ഈ ഒരു കുട്ടിയെ ആ സ്കൂളിൽ നിന്നാണ് ഇവർ വിളിച്ചുകൊണ്ട് പോകുന്നത്. സ്കൂൾ അധികൃതർ അത് അറിയണം, അവിടുത്തെ ടീച്ചേഴ്സ് ഇടപെടണം. അങ്ങനെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ എന്ത് ധൈര്യത്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്? കാരണം അതാണ് യഥാർത്ഥമായിട്ട് ഉണ്ടായ സംഭവം. അതിലാണ് അവരിപ്പോൾ ശിക്ഷ വാങ്ങിച്ചത്. ആലപ്പുഴയിൽ ഇതുപോലെ ഒരു കുട്ടിയെ അവർ വശീകരിച്ച് കൊണ്ടുപോയിട്ടാണ് ഈ പീഡനം നടത്തുന്നത്.
അതുകൊണ്ട് കുട്ടികൾ ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് ചേരാതിരിക്കാനും നാട്ടുകാർ ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കുട്ടികൾ ഒരിക്കലും അവരുടെ ഇംഗിതത്തിന് വഴങ്ങരുത്. കാരണം അപകടം ഉണ്ടാവും, കുട്ടികൾ മരണപ്പെടും, കൊച്ചുകുട്ടികളാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന പല സ്ഥലത്തും, കേരളത്തിൽ നമുക്കറിയാം, പല സ്ഥലത്തും പല കൊലപാതകങ്ങളും ഉണ്ടായി. ചിലർ ആ ഒരു പ്രോസസ്സിൽ അവശരായി മരണപ്പെട്ടു പോയ ധാരാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ഈ ലൈംഗികമായ ഈ അരാജകത്വം, ആ ലൈംഗികമായ വളർച്ച, അത് തെറ്റായ ദർശനത്തിലേക്കും തെറ്റായ ദിശയിലേക്കും പോകുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുടുംബക്കാരും എല്ലാവരും കരുതലോടെ ഇരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അന്യരുമായി അപരിചിതരുമായി ഉള്ള ചങ്ങാത്തം നല്ലതല്ല. അതിന് ഇടയുണ്ടാക്കരുത്. അപ്പോൾ തന്നെ അത് നമ്മൾ തടയുകയും ചെയ്യണം.